രണ്ട് കടയിൽ പോയപ്പോൾ തുലിപ്പിൻ്റെ ബൾബ് വാങ്ങിച്ചായിരുന്നു. ഒരു 3 ടൈപ്പ് ബൾബുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓട്ടം സീസണാണ് ഇവിടെ UK അപ്പം ഈ സമയത്താണ് നമ്മൾ ഇതിൻ്റെ ബൾബ് പ്ലാന്റ് ചെയ്യേണ്ടത്. മണ്ണിനടിയിൽ കുഴിച്ചിട്ടിട്ട് അത് വിൻ്റർ ഫുൾ ഇരുന്നിട്ട് അതിൻ്റെ പ്രിപ്പയർ ആകും ഫ്ലവർ തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴത്തേനും ഫ്ലവർ വരും. അപ്പോൾ നമ്മളിത് പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പോവാണേ. ഒരു 3 ടൈപ്പ് തുലിപ്പുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാന്റ് ചെയ്യാം. ഡിഗ് ചെയ്തു വെച്ചേക്കുവാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ബൾബുകൾ നട്ടു കൊടുക്കുവാണേ. ഇതാണ് ബൾബുകൾ കേട്ടോ. ഇതാണ് ബൾബ്. ഇത് ബൾബൊക്കെ നമ്മളിത് ടുലിപ്പ് ഇങ്ങനെ പ്ലാന്റ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓരോരോ കുഴിയെടുത്തിട്ട് ഒരു 6 ഇഞ്ച് എങ്കിലും നമ്മൾ കുഴിയെടുക്കണം. എന്നിട്ടാണ് ഇത് ഡിഗ് ചെയ്ത് പ്ലാന്റ് ചെയ്യാൻ. അപ്പോൾ ഞാനിത് 6 ഇഞ്ചോളം മണ്ണിങ്ങനെ മകഞ്ഞ് മാറ്റിയിട്ട് ബൾബുകളെല്ലാം ഇങ്ങനെ നിരത്തിയിട്ട് ഞാൻ പ്ലാന്റ് ചെയ്യണം കേട്ടോ. നമ്മൾ എളുപ്പമുണ്ടല്ലോ എന്നോർത്ത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. അപ്പം എന്തായാലും കുറച്ചേ അതുകൊണ്ട് വാങ്ങിച്ചുള്ളൂ. പിന്നെ നെക്സ്റ്റ് ടൈം ഇതിപ്പം സക്സസ് ആയി കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇയർ നമുക്ക് കുറച്ചധികം വാങ്ങിച്ച് പ്ലാന്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ചെയ്തു. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ എല്ലാം ഞാൻ ബൾബെല്ലാം നിരത്തി. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണിട്ട് കവർ ചെയ്യണം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് എല്ലാം പതുക്കെ എല്ലാം കവർ ചെയ്ത് നല്ലപോലെ മൂടി ഫുൾ മൂടി. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ഒരു 6 ഇഞ്ചോളം ഡീപ്പാണ് അതിനകത്താണ് ഞാനിത് വെച്ചിരിക്കുന്നത്. എന്നിട്ട് മണ്ണിട്ട് മൂടിയിട്ട് നമ്മളത് സേവ് ചെയ്യണം. കാരണം അത് വെള്ളം നനച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കരിയിലിട്ട് കൊടുക്കണം. കരിയിലിട്ട് നമ്മളതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. എന്നിട്ട് അങ്ങനെയാണത് ഒരു അത്യാവശ്യം സൺലൈറ്റ് ഉള്ളിടത്ത് വേണം ഇത് നടാൻ. പാല് കിട്ടുന്ന സൂര്യപ്രകാശം കിട്ടുന്നിടത്ത് ഷെയ്ഡിലാണെങ്കിലും കുഴപ്പമില്ല. സണ്ണിൻ്റെ ഇച്ചിരി ഷെയ്ഡ് വന്നാലും നട്ടായാലും നട്ടാലും മതി. അപ്പം സൺ വരുന്ന സ്ഥലത്ത് തന്നെ നടുക പ്രോപ്പറായിട്ട്. എല്ലാം പ്ലാന്റ് ചെയ്തു. ഇനി ഇത് വാട്ടർ ചെയ്യണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ലീഫ് ഇട്ട് കൊടുക്കണം. കാരണം അത് കവർ ചെയ്ത് വെക്കാനായിട്ട്. അത് ഇച്ചിരി മതി. ഒഴുക്ക് മതി. നമ്മൾ ഈ ഇലയിട്ട് കവർ ചെയ്യണം കേട്ടോ.